قلب بالحق تعلق وبغار حراء تألق يبكي يسأل خالقه فأتاه الوحي كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام. ഭൂമിയിലുള്ള സർവ്വ സൃഷ്ടി വൈഭവങ്ങൾ, ഭൂമിയിലുള്ള സകല ചേതനാചേതന വസ്തുക്കളെല്ലാം നശിച്ചു പോകും. അങ്ങനെ അവസാനം വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടി വൈഭവങ്ങളുടെയും ചേതനാചേതന വസ്തുക്കളുടെ എല്ലാം സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ബാക്കിയാകും എന്നത് ഇന്ന് അർ-റഹ്മാൻ സൂറത്തിലെ 26-ാമത്തെയും 27-ാമത്തെയും ഈ രണ്ട് ആയത്തുകൾ മുസ്ലിം ഉമ്മത്തിനെ ഒന്നടങ്കം സ്വാധീനിച്ച രണ്ട് ആയത്തുകളാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയായിട്ട് അറിയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായിട്ട് അറിയിച്ച രണ്ട് ആയത്തുകളാണ് അർ-റഹ്മാൻ സൂറത്തിലെ ഈ രണ്ട് ആയത്തുകൾ. അങ്ങനെ 6-ാം നൂറ്റാണ്ടിൽ വളരെയധികം സ്വാധീന ഘടകമായിരുന്നു. പിന്നീട് 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കുതിച്ചു. അങ്ങനെ പിന്നീട് നടന്ന സംഗതികളെല്ലാം വളരെ അത്ഭുതകരമായിരുന്നു. കാരണം ഈ രണ്ട് ആയത്തുകൾ മുസ്ലിം ഉമ്മത്തിന്, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് മുസ്ലിം അല്ലാത്ത മറ്റു ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെ അടക്കം, മുസ്ലിമീങ്ങളല്ലാത്ത സർവ വിജ്ഞാനത്തെ, ഇസ്ലാമിക വിജ്ഞാനത്തെ തേടുന്ന സർവരെയും ഒന്നടങ്കം സ്വാധീനിച്ച രണ്ട് ആയത്തുകൾ. പിന്നീട് മോഡേൺ സയൻസിൽ ഒരു പുതിയ തിയറി വരെ വന്നിട്ടുണ്ട്, ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയും. പലപ്പോഴും പല സിലബസുകളിലുമായിട്ട് സയൻസ് വിഷയങ്ങളിൽ തന്നെ പഠിക്കാൻ സിലബസിലുള്ള തിയറി കൂടിയാണത്, ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഭൂമി ലോകത്ത് ഉള്ള എല്ലാ വസ്തുക്കളും നശിച്ചു പോകും. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ മുരുമ്പിപ്പോകും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കേടായി പോകും എന്നുള്ളത് ഉറപ്പാണ്. ഏതൊരു വസ്തു എടുത്ത് നോക്കുകയാണെങ്കിലും അതിന് പഴക്കം വരാതിരിക്കുകയില്ല എന്നുള്ളത് സത്യമാണ്. അത് ഒരു കാലത്ത് നശിച്ചു പോകും എന്നുള്ളതാണ് വിവക്ഷ. കാരണം നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു തക്കാളി അത് നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ പിന്നീട് അത് കേടുവരും എന്നുള്ളത് ഉറപ്പാണ്. ഏതൊരു സംഗതി എടുത്ത് നോക്കുകയാണെങ്കിലും അതിനൊക്കെ ഒരു അവസാനമുണ്ട്.